റഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീന വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. ഉസല്ലി വ ഉസല്ലിമു അലാ പണ്ഡിതന്മാരെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, ആദർശ പ്രബോധന രംഗത്തെ ജീവിതത്തിൽ ശ്രദ്ധേയമായ മാതൃകയായി മാറിയ മഹാനായ ഇമാം അബൂ അബ്ദില്ല അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ളയുടെ ജീവിതത്തിൽ നിന്ന് പഠിക്കാനും ചിന്തിക്കാനും ആലോചിക്കാനും ചില ശ്രദ്ധേയമായ പാഠങ്ങൾ ഇൻഷാ അല്ലാഹ് ഈ പരിമിതമായ സമയത്തിൽ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. മദ്ഹബിന്റെ ഇമാംമാരിൽ ശ്രദ്ധേയനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ, അതിലുപരി ഏറ്റവും ശ്രദ്ധ നേടിയ മറ്റൊരു നാമമുണ്ട് ഇമാമുസ്സുന്ന, അഥവാ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും പടർന്നു പന്തലിച്ച കാലഘട്ടങ്ങളിലും അനാചാരങ്ങൾക്കെതിരെ പടപൊരുതിയ ഒരു പണ്ഡിതനാണ് ഇമാമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇമാമുസ്സുന്ന എന്ന പേരിലും അദ്ദേഹം അറിയപ്പെടുകയാണ്. അതിന്റെ ത്യാഗപൂർണമായ ചരിത്രങ്ങളുടെ പശ്ചാത്തലങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗാനന്തരം ഖുലഫാഉർ റാഷിദുകളുടെ ഭരണത്തിന്റെ അവസാന കാലഘട്ടങ്ങളിൽ ഉടലെടുത്തു വന്ന മുഅ്തസിലിയത്ത് എന്ന് പറയുന്ന പുത്തൻവാദ ആചാരങ്ങൾ, ആ അന്ധവിശ്വാസങ്ങളും പിന്നീട് പടർന്നു പന്തലിക്കുന്നത് പ്രവാചകന്റെ കാലം കഴിഞ്ഞ് സഹാബത്തിന്റെ കാലം കഴിഞ്ഞ് ഭരണകൂടങ്ങളിൽ ശ്രദ്ധേയമായ അബ്ബാസിയ ഭരണകൂടത്തിന്റെ മഅ്മൂൻ എന്ന് പറയുന്ന ഭരണാധികാരിയുടെ കാലഘട്ടങ്ങളിലൂടെ ഈ വിശ്വാസങ്ങൾ രാജകുടുംബത്തിലൂടെ പടർന്നു പന്തലിക്കുകയും ഖുർആൻ അല്ലാഹുവിന്റെ സൃഷ്ടിയാണ് എന്ന് പറയുന്ന പിഴച്ചവാദം ജനങ്ങളിലേക്ക് പ്രചരിപ്പിക്കുകയും നാട്ടിലെ ജനങ്ങൾ മുഴുവനും ഈ വിശ്വാസങ്ങളിലൂടെ കടന്നു വരണമെന്നുള്ള ഭരണാധികാരിയുടെ നിർദ്ദേശങ്ങൾക്ക് പിടികൊടുക്കാതെ മുന്നോട്ട് പോയ ഇമാം അഹ്മദ് ബിൻ ഹംബലിനെ ഈ വിശ്വാസത്തിൽ നിന്ന് പിടിച്ചു നിർത്തുവാൻ വേണ്ടി ശിക്ഷ നടപ്പാക്കാൻ പ്രഖ്യാപിച്ചു പോയ മഅ്മൂൻ എന്ന് പറയുന്ന ഭരണാധികാരി അങ്ങ് ബഗ്ദാദിൽ നിന്ന് മാറി സുറമൻ എന്ന് പറയുന്ന പട്ടണത്തിലേക്ക് ശിക്ഷ നടപ്പാക്കുവാൻ കൊണ്ടുപോയ അഹ്മദ് ബിൻ ഹംബൽ കയ്യാമം വെച്ച് കാലുകളിലൂടെ ബന്ധനങ്ങൾ തീർത്ത് കൊണ്ടുപോയ മഹാപണ്ഡിത തേജസ്സിന് ചരിത്രങ്ങൾ സാക്ഷിയാണ്. അവിടെ മഅ്മൂൻ എന്ന് പറയുന്ന ഭരണാധികാരി ഇരിക്കുന്ന ടെന്റിന്റെ കേവലം പുറത്തു വെച്ചുകൊണ്ട് ഈയൊരു മഹാപണ്ഡിതനെ പുറത്തിരുത്തുമ്പോ താഴെ ഇറങ്ങിയ പണ്ഡിതനോട് പടം പോലും പറയുന്നുണ്ട്, മഅ്മൂൻ എന്ന് പറയുന്ന ഭരണാധികാരി അങ്ങേ കൊല്ലം വാളോങ്ങി നിൽക്കുന്ന സാഹചര്യങ്ങളിലൂടെ തൽക്കാലം ഒന്ന് സമ്മതിച്ചുകൂടെ എന്ന് പറയുമ്പോ അതിന് പോലും ഞാൻ സന്നദ്ധനല്ല എന്ന് പറഞ്ഞു എന്ന് മാത്രമല്ല, അവിടുന്ന് മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ അള്ളാഹുവിന് വേണ്ടി രാത്രിയുടെ അന്ത്യയാമങ്ങളുടെ ആരംഭങ്ങളിലൂടെ അള്ളാഹുവിന് വേണ്ടി സുജൂദിൽ വീണ് അവിടുന്ന് റബ്ബിനോട് ദുആ ചെയ്തു പോയ വാചകങ്ങളുണ്ട്. നാഥ, എന്റെ യജമാനനായ റബ്ബേ, ഇവിടെ ഇതാ ചമ്മട്ടികളെ കൊണ്ടും അതുപോലെ തന്നെ കൊലപാതകങ്ങളെ കൊണ്ടും അള്ളാഹുവേ നിന്റെ ഉറ്റമിത്രങ്ങളെ കൊല്ലാൻ തയ്യാറെടുത്തു പോയ ഭരണാധികാരികൾ, നാഥ, വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന മഹത്തായ മൂല്യഗ്രന്ഥം അള്ളാഹുവേ നിന്റെ സൃഷ്ടിയല്ല, നിന്റെ കലാമാണെങ്കിൽ ഈ ഭരണാധികാരികളുടെ ബാധ്യതകളിൽ നിന്ന് എന്നെ ഒഴിവാക്കി തരണേ റബ്ബേ എന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്തു പോയ ഇമാം അഹ്മദ് ബിൻ ഹംബൽ ചരിത്രങ്ങളിലൂടെ കാണാം. അന്നിന്റെ പ്രഭാതോദയത്തിന് കാത്തുനിന്നില്ല മഅ്മൂൻ എന്ന് പറയുന്ന ഭരണാധികാരി ഈ ലോകത്തോട് വിട പറയുമ്പോ അതുകൊണ്ട് തീർന്നിട്ടില്ല അദ്ദേഹത്തിന്റെ പരീക്ഷണങ്ങൾ എന്നുള്ളതാണ്. ആ മർദ്ദനങ്ങൾക്ക് പിന്നീട് കടന്നു വന്ന ഭരണാധികാരി മുഅ്തസിം എന്ന് പറയുന്ന ഭരണാധികാരി തിരിച്ച് ഇദ്ദേഹത്തെ ബഗ്ദാദിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നിർദ്ദേശം കൊടുക്കുമ്പോ ബഗ്ദാദിലേക്ക് കൊണ്ടുവന്നു എന്ന് മാത്രമല്ല, ആ ബഗ്ദാദിൽ വെച്ചുകൊണ്ട് 28 മാസത്തോളം ക്രൂരമായ ബന്ധനങ്ങളിലൂടെ തീർത്തുപോയിട്ടുണ്ട് ഈ ഒരു മഹാപണ്ഡിതനെ. ആ ഒരു ബന്ധനങ്ങൾക്ക് ശേഷം 57 വയസ്സോളം പ്രായം വരുന്ന ഈ ഒരു പണ്ഡിത തേജസ്സിനെ കൊണ്ടുവന്നിട്ട് അവിടുന്ന് മുഅ്തസിലിയത്തിന്റെ പിഴച്ചവാദം കൊണ്ടു നടക്കുന്ന പണ്ഡിതന്മാരുടെ മുന്നിൽ കൊണ്ടുവരികയും വിചാരണയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുകയും ചെയ്തു പോയ പശ്ചാത്തലങ്ങളിലൂടെ ഇസ്ഹാഖ് ബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന ഈ പിഴച്ചവാദത്തിന്റെ നേതാവ് 2 ഭരണാധികാരിയെ കബളിപ്പിച്ചുകൊണ്ട് ഒരു പണ്ഡിതൻ മാറുക എന്നുള്ളത് ശരിയല്ല, ശിക്ഷ നടപ്പാക്കണമെന്ന് പറയുമ്പോ അഹ്മദ് ബിൻ ഹംബലിനെ മർദ്ദിക്കുകയാണ്. ചാട്ടവാറുകളുടെ മർദ്ദനങ്ങള് ബോധം ദശിക്കുവോളം മർദ്ദിച്ചു പോയത് 57 വയസ്സിന്റെ പ്രായമെന്ന് മാത്രമല്ല, വിശുദ്ധ റമദാനിന്റെ അള്ളാഹുവിന്റെ കാരുണ്യങ്ങൾ പേമാരി പോലെ പെയ്തിറങ്ങുന്ന റമദാനിന്റെ അവസാനത്തെ 25-ന് ആ ഒരു മഹാപണ്ഡിതനെ ഉപദ്രവിക്കുമ്പോ ആ രാത്രിയിൽ കൊണ്ടുപോയി വീണ്ടും അദ്ദേഹത്തെ കൈകളിലും കാലുകളിലും മാമം വെച്ചുകൊണ്ട് ബന്ധനസ്ഥനായി വെക്കുമ്പോ നമസ്കരിക്കാൻ കഴിയാതെ പ്രയാസപ്പെട്ടു പോയ അദ്ദേഹം പിന്നീട് ബോധം വരുമ്പോ തന്റെ മുന്നിലുള്ള വെള്ളത്തിൽ വുദു എടുത്തുകൊണ്ട് ഇരുട്ടിന്റെ മറവിൽ ഖിബലയാണെന്ന് ധരിച്ചുകൊണ്ട് നമസ്കാരം നിർവഹിക്കും നോക്കണം പ്രിയമുള്ളവരെ, ചരിത്രങ്ങളിലൂടെ കാണാം ആ ഒരു പണ്ഡിതൻ അള്ളാഹുവിന്റെ മാർഗത്തിലൂടെ ജീവിക്കുകയാണ്. അവിടെ നിന്നും കടന്നുപോയി ക്രൂരമർദ്ദനങ്ങൾ മുന്നോട്ടാൻ
അടുത്ത ഭരണാധികാരി വന്നു. ആ ഭരണാധികാരി മോശമല്ല. ആ വാസിക്കിന്റെ ഭരണവും ശേഷം പിന്നീട് വന്ന മുത്തവക്കിൽ എന്ന് പറയുന്ന ഭരണാധികാരിയാണ് അഹ്ലുസുന്നയുടെ യഥാർത്ഥമായ ആദർശം. ഖുർആൻ കലാമുള്ള മുനസ്സലുൻ ഗൈറ മഖ്ലൂഖ്. ഇത് അല്ലാഹുവിന്റെ ഖുർആനാണ്, ഇത് അല്ലാഹുവിന്റെ കലാമാണ്, ഇത് സൃഷ്ടിയല്ല, അല്ലാഹ് അവതരിപ്പിച്ചതാണ് എന്ന് പറയുന്ന യഥാർത്ഥമായ ഇസ്ലാമിന്റെ ആദർശങ്ങളെ ജനങ്ങളിലേക്ക് പറഞ്ഞു കൊടുക്കാൻ തയ്യാറാവുകയും ചെയ്ത കാലഘട്ടങ്ങളിലാണ് അദ്ദേഹത്തിന് ഒരു സമാധാനം കിട്ടിയത് എങ്കിൽ ഇവിടെ പഠിക്കാനും ചിന്തിക്കുവാനും ആലോചിക്കാനും ഒരുപാട് ദൃഷ്ടാന്തങ്ങളെ മുന്നിൽ വെച്ച് പോയ ഫസ്ബിർ കമാ സബറ ഉലുൽ അസ്മി മിനർ റുസുൽ, പൂർവികരായ മുർസലുകളിൽ ശ്രദ്ധേയരായ ഉലുൽ അസ്മിന്റെ പ്രവാചകന്മാർ എങ്ങനെ ക്ഷമിച്ചുവോ അതുപോലെ ക്ഷമിക്കുവാൻ വേണ്ടി പാഠം നൽകിയ അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങളെ നെഞ്ചിലേറ്റിയതിന് ഉദാഹരണമാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ നിറഞ്ഞു കിടക്കുന്ന ഈ ഒരു സദസ്സിനോട് എനിക്ക് പറയാനുള്ളത് അല്ല, അല്ലാഹുവിന്റെ ഖുർആന് പറയാനുള്ളത്, റബ്ബിന്റെ മാർഗത്തിലാണോ നമ്മൾ നീങ്ങുന്നത്? അല്ലാഹുവിന്റെ തൗഹീദിന്റെ മാർഗത്തിലാണോ നീങ്ങുന്നത്? പ്രമാണങ്ങളെ മുറുകെ പിടിച്ചാണോ നമ്മൾ ജീവിക്കുന്നത്? എങ്കിൽ പ്രയാസങ്ങൾ ഉണ്ടാകുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ സൂറത്ത് അൻകബൂത്ത് 2-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു പറഞ്ഞില്ലേ, അഹസിബന്നാസ് അയ്യുതറകു അയ്യഖൂലു ആമന്ന വഹും ലാ യുഫ്തനൂൻ. അഹസിബന്നാസ്, ജനങ്ങൾ വിചാരിക്കുന്നുണ്ടോ അവർ വിശ്വാസികളാണെന്ന് പ്രഖ്യാപിച്ചാൽ അവരെ പരീക്ഷിക്കപ്പെടാതെ വെറുതെ ഉപേക്ഷിക്കപ്പെടുമെന്ന് അവർ വിചാരിക്കുന്നുണ്ടോ? ഇന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ നമ്മളോട് ചോദിക്കുമ്പോ വിശ്വാസികളാണെങ്കിൽ പരീക്ഷണങ്ങൾ ഉണ്ടാകും. ഒരുപക്ഷെ ഈ പ്രോഫ്കോൺ എന്ന് പറയുന്ന മഹനീയമായ സംരംഭത്തിലൂടെ കടന്നുവന്ന് ഇതുവരെ ഉണ്ടായിരുന്ന ജീവിതത്തിന്റെ മ്ലേച്ഛതകളെ മാറ്റിവെച്ച് നാളെ പുതിയൊരു പുത്തൻ തലമുറകളെ വാർത്തെടുക്കുന്ന രീതികളിലൂടെ ക്യാമ്പസുകളിലേക്ക് കടന്നു ചെല്ലുമ്പോ അങ്ങ് വിമർശനത്തിന്റെ കൂർത്ത ക്രൂരമ്പകളുമായി നമുക്ക് നേരെ നാക്ക് നീട്ടുന്നവരുണ്ടാകാം, നന്നായതിന്റെ പേരിൽ മോശപ്പെടുത്തുന്നവരുണ്ടാകാം. എന്നാൽ ഇവിടെയൊന്നും തളരാതെ പതരാതെ മുന്നോട്ട് പോകാൻ ഈയൊരു പണ്ഡിതന്മാരുടെ ചരിത്രങ്ങൾ നമുക്ക് മുമ്പിൽ പാഠമാണ് എന്നുള്ളതാണ്. മാത്രമല്ല, ത്യാഗമില്ലാതെ വിജയമില്ല. അള്ളാഹുവിന്റെ പരീക്ഷണങ്ങള് തീച്ചൂള കണക്കം വിശ്വാസികളിലൂടെ കടന്നു വരുമെന്നുള്ളത് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളാണ്. അറിയുമോ നിങ്ങൾക്ക്, നമ്മളൊക്കെ പോകാൻ ശ്രമിക്കുന്ന സ്വർഗമുണ്ടല്ലോ, വെറുതെ കടന്നു ചെല്ലാമെന്നുള്ള പ്രതീക്ഷകളെ വ്യാമോഹങ്ങള് നമ്മുടെ മനസ്സുകളിലൂടെ വേണ്ട. പരീക്ഷണങ്ങൾ നങ്കൂരമിടൻ ജീവിതങ്ങളിലൂടെ പതരാതെ മുന്നേറിയോ അവിടെയാണ് വിജയമുള്ളത് എന്ന് തെളിയിക്കുകയാണ്. ചരിത്രങ്ങളിലൂടെ കാണാം. വിശുദ്ധ ഖുർആനിന്റെ 2-ാമത്തെയും സൂറത്ത് ബഖറ 124-ാമത്തെ വചനം പ്രവാചകന്റെ അനുയായികളിൽ ശ്രദ്ധേയനായ മഹാനായ ഹബ്ബാബ് റളിയല്ലാഹു അൻഹു കടന്നു വരികയാണ്. പ്രവാചക സന്നിധിയിലൂടെ കടന്നു വരുന്നു. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈത്തപ്പന മരത്തിന്റെ ചുവട്ടിലൂടെ കിടന്നിറങ്ങുന്ന പ്രവാചകന്റെ അടുക്കൽ വന്ന് പറഞ്ഞു, നബിയെ, തന്റെ ശരീരത്തിലേറ്റ മുറിവിന്റെ പാടുകൾ കാണിച്ച് ഇതിനൊന്നൊരു പരിസമാപ്തി റസൂലേ, അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവുകയില്ലയോ എന്ന് ചോദിച്ചു പോയ ഹബ്ബാബ് റളിയല്ലാഹു അൻഹുവിനോട് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ജിബ്രീൽ അലൈഹിസ്സലാം ആയത്തോതി കൊടുക്കുകയാണ്, അഹസിബതും അൻ തദ്ഖുലുൽ ജന്ന, അള്ളാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഫലമാ യഅതികും മസലുൽ ലദീന ഖലൂ മിൻ ഖബലികും, നിങ്ങളുടെ പൂർവികരായി കടന്നു വന്ന ഒരു സമുദായം പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, അവർക്ക് അനുഭവിച്ച പീഡനങ്ങളുണ്ട്. അതുപോലെയൊന്നുമില്ലാതെ വെറുതെ സ്വർഗത്തിലേക്ക് പോകാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ, അവർ വിറപ്പിക്കപ്പെട്ടു, അവർക്ക് പ്രയാസങ്ങളുണ്ടായി, അവർക്ക് പ്രശ്നങ്ങൾ കടന്നു വന്നു. ഇവിടെയൊന്നും പതരാതെ മുന്നോട്ട് പോയ ആ ഒരു പൂർവികരായ സമുദായം, ഈർസവാളുകളെ കൊണ്ട് മുറിക്കപ്പെട്ട സമുദായം, അവര് പോകുന്ന സ്വർഗത്തിലേക്ക്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒന്നുകൂടെ ആലോചിക്കാൻ, നമ്മൾ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്വർഗമില്ലേ? വെറുതെ പോകാമെന്ന് വിചാരിക്കേണ്ട. ഏത് സ്വർഗത്തിലേക്ക്? ഹബ്ബാബും ഹുബൈബും പോകുന്ന സ്വർഗത്തിലേക്ക്. അതുപോലെ തന്നെ ആസിം റളിയല്ലാഹു അൻഹു പോകുന്ന സ്വർഗത്തിലേക്ക്. ഉഹുദിന്റെ പടനായകൻ ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു കടന്നു ചെല്ലുന്ന സ്വർഗത്തിലേക്ക്. ഉഹുദിന്റെ പടനായകത്വം വഹിച്ച് മിസ്അബ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹു കടന്നു ചെല്ലുന്ന സ്വർഗത്തിലേക്ക്. ഒന്നുമില്ലാതെ വെറുതെ കടന്നു ചെല്ലാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഇവിടെയാണ് ചരിത്രങ്ങളിൽ ശ്രദ്ധേയനായി നിൽക്കുന്ന ഇമാം അഹ്മദ് ബിൻ ഹംബൽ. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഇനിയുമുണ്ട് നമുക്ക് പാഠം. ആ ഭരണകൂടത്തിന്റെ ഒത്താശകളിലൂടെ ഖുർആൻ അല്ലാഹുവിന്റെ ഖൽഖാണെന്ന് സമ്മതിച്ചു പോയാൽ അവിടുന്ന് മുഅ്തസിം എന്ന് പറയുന്ന ഭരണാധികാരി അഹ്മദ് ബിൻ ഹംബലിനോട് പറയാൻ, താങ്കൾക്ക് എന്റെ അടുക്കൽ, എന്റെ അടുത്ത ആളുകൾക്കിടയിൽ താങ്കൾക്ക് ഞാൻ സ്വാധീനങ്ങൾ നൽകാം എന്ന് മാത്രമല്ല, എന്റെ വിരിപ്പിലൂടെ കാൽ വെക്കുന്നവരിൽ താങ്കളെ ഞാൻ ഉൾപ്പെടുത്താമെന്ന് പറഞ്ഞാൽ എന്തൊക്കെ സ്വാധീനങ്ങൾ വേണോ, എന്തൊക്കെ വേണോ താങ്കൾക്ക് നൽകാമെന്ന് പറയുമ്പോ, ഇല്ല, ഞാൻ സമ്മതിക്കില്ല. ഖുർആൻ കലാമുള്ള, ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണ്, അല്ലാഹുവിന്റെ സൃഷ്ടിയല്ല എന്ന് പ്രഖ്യാപിച്ചു പോയി അഹ്മദ് ബിൻ ഹംബൽ. പ്രിയമുള്ളവരെ, അവിടെയും നമുക്ക് പാഠമാണ്. ഖുർആനിന്റെ 36-ാം അധ്യായം സൂറത്ത് യാസീൻ, പ്രബോധനത്തിനിറങ്ങിയ പ്രവാചകന്മാരുടെ പ്രത്യേകത.
2 പ്രവാചകന്മാർ കടന്നു വന്നു, ജനങ്ങളെ കളവാക്കി. 3ാമതൊരാളെ കൊടുത്തു റബ്ബ്, അവരെയും കളവാക്കി. എന്നാൽ പരീക്ഷണങ്ങളുടെ അവസാന ഘട്ടങ്ങളിലൂടെ 3 പ്രവാചകന്മാരെയും കളവാക്കി. നിങ്ങളൊരു ദുഷ്ടഗുണമാണെന്ന് ആ ജനത പ്രവാചകന്മാരോട് പറഞ്ഞ് നിങ്ങളെ കല്ലെറിയുമെന്ന് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ അവിടെ പറഞ്ഞ വിഷയം എന്താണെന്നറിയോ? ആ മദീനയുടെ അങ്ങേയറ്റത്ത് നിന്നൊരു മനുഷ്യൻ ഓടി വന്നുകൊണ്ട് ഈ ജനങ്ങളോട് പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങളിൽ നിന്നൊരു പ്രതിഫലവും കാക്ഷിക്കാത്ത, നിങ്ങളിൽ നിന്നൊന്നും ചോദിക്കാത്ത ഈ ദൈവദൂതന്മാരെ നിങ്ങളെ പിന്തുടരണേ എന്ന് ആ മനുഷ്യൻ ജനങ്ങളോട് പറഞ്ഞു. അതേ പ്രവാചകന്മാരുടെ പ്രത്യേകത, പ്രബോധനത്തിന്റെ മാർഗത്തിലൂടെ ഭൗതികമായിട്ടൊന്നും ആഗ്രഹിച്ചിട്ടില്ല. രാജാക്കന്മാരുടെ സോപാനങ്ങൾ വേണ്ട, ഉന്നതമായ കൊട്ടാരങ്ങൾ വേണ്ട, സുഖലോലപരമായ ജീവിതങ്ങൾ വേണ്ട. മറിച്ച് റബ്ബിന്റെ മാർഗത്തിലൂടെ ജീവിക്കുന്നതിൽ, ആദർശത്തിന് വ്യതിയാനമുണ്ടാക്കുന്നതിൽ ഒന്നും ഞങ്ങളുടെ ജീവിതങ്ങളിലൂടെ വേണ്ട എന്ന് പ്രതിജ്ഞയെടുത്തവരായിരുന്നു അവരെന്നുള്ളതാണ്. ഇതാണ് കൃത്യമായിട്ടുള്ള. മാത്രമല്ല, ഇമാം അഹ്മദ് ബിൻ ഹംബലിനെ പഠിക്കേണ്ടതുണ്ട്. ഒരു താബിയുടെ ഒരു അസർ കിട്ടിയപ്പോ മരിക്കുന്ന നേരത്ത് രോഗത്തിന്റെ വേദനയിലൂടെ ഏങ്ങലടിക്കുന്നത് പോലും തേങ്ങുന്നത് പോലും അത് ഇസ്ലാമിന് ഭൂഷണമില്ല എന്ന് മനസ്സിലാക്കിയപ്പോ അതിൽ പോലും ശ്രദ്ധ ചെലുത്തിയ ആ പണ്ഡിത തേജസ്സിന് ജീവിതത്തിലൂടെ പകർത്താൻ, ജീവിതത്തിൽ ഭാഗമാക്കാൻ ഈ പരിമിതമായ സമയത്തിലൂടെ എന്റെ സംസാരം ഇവിടെ സമാപിപ്പിക്കുമ്പോ പ്രിയമുള്ളവരെ, മനസ്സാക്ഷികളോട് ചോദിക്കാൻ, എന്ത് പ്രയാസങ്ങളേറ്റ് ഇതുവരെ, എന്ത് പീഡനങ്ങളേറ്റ് ഇതുവരെ? ഇല്ല. എല്ലാം സന്തോഷത്തോടുകൂടെ സുഖകരമായി ജീവിച്ചുകൊണ്ടിരിക്കുമ്പോ വെറുതെ സ്വർഗത്തിലേക്ക് പോകാൻ സാധ്യമല്ല എന്ന ബോധ്യം കണക്കിലെടുത്തുകൊണ്ട് ഹക്ക് പറഞ്ഞാൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വീകരിച്ചാൽ, ഹക്കിന്റെ മാർഗത്തിലൂടെ പ്രബോധനത്തിനിറങ്ങിയാൽ ആരും പൂമാലയിട്ട് സ്വീകരിച്ചു എന്ന് വരില്ല. ആരും നല്ല രീതികളിലൂടെ നമുക്ക് സ്വീകരണങ്ങൾ നൽകി എന്ന് വരില്ല. മറിച്ച് പരീക്ഷണങ്ങളാണ്. അത് പഠിക്കാൻ പ്രവാചകന്റെ ജീവിതം നമുക്ക് തെളിവാൻ. 40 വയസ്സിന് മുമ്പുള്ള ജീവിത കാലഘട്ടങ്ങളിലൂടെ അല്ലമീൻ എന്ന് വിളിച്ച കണ്ണിലുണ്ണിയായി കണ്ടിരുന്ന പ്രവാചകന് 40ാമത്തെ വയസ്സിലൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രോജ്വലപ്രഭ, തൗഹീദിന്റെ പ്രോജ്വലപ്രഭ സഫാ കുന്നിന്റെ മുകളിൽ നിന്നുകൊണ്ട് വിളമ്പിയ ലോകത്തിന്റെ നായകൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറയുന്നതോടുകൂടെ ആദ്യമായി പ്രവാചകന് നേരെ ശാപം പറഞ്ഞ ലഹബിന്റെ വാക്കിലൂടെ, തബ്ബല്ലക യാ മുഹമ്മദ് അലിഹാദാ ജമഅതനാ, മുഹമ്മദേ നിനക്ക് നാശം മുഹമ്മദ്, ഇതിനു വേണ്ടിയിട്ടാണോ നീ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടിയത് എന്ന് പ്രവാചകന് നേരെ ശാപത്തിന്റെ വാക്ക് പറഞ്ഞവരോട് അല്ലമീൻ എന്ന് വിളിച്ച നാവ് കൊണ്ട്, സാഹിർ എന്ന്, മജ്നൂൻ എന്ന്, തെമ്മാടി എന്ന് വിളിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബിനെ ആട്ടുവിട്ടവരോട്, നാട് കടത്തിയവരോട്, വാർന്നലിക്കുന്ന രക്തത്തോടുകൂടെ മക്കയുടെ മണലാരുണ്യത്തിൽ നിന്ന് അർദ്ധരാത്രിയുടെ ഇരുട്ടിന്റെ മറവിലൂടെ നാടുപെടേണ്ടി വന്ന പ്രവാചകനോട് കഅബാലയത്തിന്റെ അവിടെ വന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട്, എനിക്കറിയാം അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഭൂമി നീ തന്നെയാണെന്ന്, നിന്റെ ആളുകൾ എന്നെ ആട്ടുവിട്ടില്ലെങ്കിൽ ഒരിക്കലും ഞാൻ പുറത്തേക്ക് പോകില്ല എന്ന് പറഞ്ഞുകൊണ്ട് കരങ്ങിക്കലഞ്ഞ കണ്ണോടുകൂടെ മക്കയുടെ നാട് വിട്ടു പോകേണ്ടി വന്നപ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കരങ്ങളെ പിടിച്ച് തിരിഞ്ഞു നോക്കിയ പ്രവാചകനില്ലേ? കഅബാലയത്തിലേക്ക് തിരിഞ്ഞു നോക്കിയ പ്രവാചകനില്ലേ? ഉയരമുള്ള മണൽത്തരികളിലെത്തുമ്പോ ഒന്നുകൂടെ തിരിഞ്ഞു നോക്കിയ പ്രവാചകൻ ആ കഅബാലയത്തിലേക്ക് ഹൃദയം പറിച്ചെടുത്ത വേദനയോടുകൂടെ പിച്ചവെച്ച് നടന്ന മക്കയുടെ മാറിടത്തോട്, ഓടി നടന്ന മക്കയുടെ ഹൃദയത്തോട്, എന്തിന്റെ പേരിൽ? സത്യം പറഞ്ഞതിന്റെ പേരിൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിന്റെ പേരിൽ. അതുകൊണ്ട് പാഠമാകട്ടെ, ചിന്തയാകട്ടെ. ഇവിടെ നിന്നൊരു സത്യം മനസ്സിലാക്കി ഇതുകൊണ്ടാണ് ഇവിടെ നിന്ന് വിട പറയുന്നതെങ്കിൽ നാളെ ചെന്നാൽ ഇന്നലെ വരെ ക്യാമ്പസുകളിൽ ഉണ്ടായിരുന്ന സ്വീകാര്യത ഇന്ന് കിട്ടിക്കൊള്ളണമെന്നില്ല. പക്ഷേ ഞാൻ സത്യത്തിന്റെ മാർഗത്തിലാണല്ലോ, എന്റെ റബ്ബെന്നെ ഇഷ്ടപ്പെടുമോ, എന്റെ റബ്ബെന്നെ സ്വീകരിക്കുമോ? ഈ ചിന്ത പാഠമാകട്ടെ. എന്റെ പരിമിതമായ സംസാരത്തിലെ ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെ ചരിത്രങ്ങളിൽ നിന്ന് അടർത്തിയെടുത്ത ഏതാനും വാക്കുകൾ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, നാഥ പരിപൂർണമായും സ്വീകരിക്കണേ നാഥ. രാപ്പകലുകളില്ലാതെ ഇതിനുവേണ്ടി അധ്വാനിച്ചവരും കഷ്ടപ്പെട്ടവരും ഓടി നടന്നവരും നാഥ നിന്റെ പ്രീതി മാത്രം ആഗ്രഹിച്ചിട്ടാണെങ്കിൽ കബൂലാക്കണേ റബ്ബേ, കബൂലാക്കണേ നാഥ, സ്വീകരിക്കണേ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.